സ്പെഷ്യൽ മസാല. പ്രിയമുള്ള പാചകത്തൊഴിലാളി സുഹൃത്തുക്കളെ, നമ്മളിന്ന് ബുഹാരി മസാലകളുണ്ട് ചോറ് വെച്ചുകൊണ്ടുള്ള ഇതാണ്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. കണ്ടോ, വേറെ ഒരു ഉള്ളിയും വേണ്ട, വേറെ ഒരു സാധനം വേണ്ട. ഈ മസാലപ്പൊടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബിരിയാണി വെച്ചിട്ട് പച്ചക്ക് വെച്ചതാണ്. അതിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഇതാണ് നമ്മുടെ അരിയുടെ മസാല അവർ നമ്മളെ കൊണ്ട് തന്നെ ഇത് വെപ്പിച്ച് ഇത് അവർക്ക് ബോധ്യപ്പെടുത്തി അവർ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവരെ കൊണ്ടും ഇതേപോലെ കഴിപ്പിക്കുക. അവരും ഇരുന്നും കണ്ട് കഴിക്കുകയാണ്. സാറ് ഭക്ഷണമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കുക, ഭക്ഷണം കഴിച്ച് നോക്കുക. എന്നിട്ട് നല്ല ടേസ്റ്റും നല്ല ഇതുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ മസാല കൊണ്ട് എല്ലാവരും ഇതുകൊണ്ട് ഒന്ന് വെച്ച് കൈകാര്യം ചെയ്യാം. ടേസ്റ്റ് ഇല്ല, കംപ്ലൈൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് തൊടുന്ന വേണ്ട. അത്രയും ഗ്യാരണ്ടിയാണ് ഇപ്പോൾ നമുക്കും എനിക്കും. കാരണം പാലോളിപ്പറമ്പ് മലബാർ കാറ്ററിങ്ങിലാണ് ഇപ്പോൾ ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രിയാണ് സമയം. അവരതിനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ശരി, എല്ലാവർക്കും നമസ്കാരം. ഇതുകൊണ്ട് നമ്മളെ പാചകത്തൊഴിലാളികളുടെ സമയത്തിൻ്റെ ഭൂരിഭാഗം ടൈമും നമ്മൾ സേവ് ചെയ്യുക, ജോലി മാക്സിമം കുറക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ മസാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുഹാരി സ്പെഷ്യൽ മസാല. അതിൽ ജസ്റ്റ് വെള്ളം മാത്രം ചേർത്താൽ മതി. കോഴിയാണെങ്കിൽ 1 കിലോഗ്രാമിന് 100 ഗ്രാം തൈരും. ഇത് മാത്രമാണ് ഈ മസാലയ്ക്ക് വേണ്ടത്. ഞങ്ങളൊരു 8 മണിക്ക് ആണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇപ്പം 9 മണിയായപ്പോഴേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഉള്ളി വെട്ടണ്ട, വാട്ടണ്ട, വഴറ്റണ്ട, അങ്ങനെയുള്ള ഒരുപാട് പണികൾ നമ്മുടെ ജോലിക്കാർക്ക് ഒരുപാട് പണികൾ കുറയും. ചിലവിൻ്റെ ബേസ് നോക്കുമ്പോൾ മറ്റ് സാധാരണ നമ്മൾ വെക്കുന്ന ബിരിയാണിയേക്കാൾ ഒരു 30 to 40% ചിലവ് കുറവുമാണ് ഇതിന്. എന്നാൽ ഒരു പ്രീമിയം ടേസ്റ്റിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ മസാലയുടെ പ്രത്യേകത. കഴിച്ചത് ഫുഡിയുടെ അഭിപ്രായം? ഓക്കെ, ശരിയാണ്. നല്ല ഫുഡാണ്, കുഴപ്പമില്ല. നല്ല മസാല ടേസ്റ്റുണ്ട്. ഇതിലാണെങ്കിലും നമുക്ക് വെക്കാം, എത്രയാണെങ്കിലും ആ ഒരു സമയമുണ്ട്. സമയം ഒരുപാട് നമുക്ക് ലാഭമാണ്. ഇതുകൊണ്ടുള്ള 20ഓളം കറികൾ ഇതുകൊണ്ട് ഉണ്ടാക്കാം. പച്ചക്കറികളായിട്ട് വെജിറ്റബിൾ ബിരിയാണി വളരെ ടേസ്റ്റായിട്ട് ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത്. ഈ ഒരു സാധനത്തെ ഇത്ര പാക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഫേസ് ചെയ്ത വലിയൊരു പ്രശ്നം. ഞങ്ങൾ പാക്കറ്റ് ആക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു കംപ്രസ്ഡ് രീതിയിലുള്ളൊരു മസാല. വേറെ പല മസാലകളും മാറ്റില്ല കിട്ടുമായിരിക്കും. അതിനകത്ത് പല ഉള്ളി നമ്മൾ ചേർക്കണം, തക്കാളി ചേർക്കണം, ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ. ഈ ഒരു മസാല വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനി പച്ചവെള്ളം മാത്രം ചേർത്താൽ പെട്ടെന്നൊരു ഈ വിരുന്നുകാരെങ്കിലും വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്പോട്ടിൽ പെട്ടെന്ന് ബിരിയാണി ആയിരിക്കും. അടിപൊളി മസാലയാണ്. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കൂ. ഭക്ഷണം എങ്ങനെയുണ്ട്? ഭക്ഷണം എങ്ങനെയുണ്ട്? ബിരിയാണി അടിപൊളിയാണ്. നമ്മൾ ഇതുവരെ കഴിച്ച ബിരിയാണി എന്തെങ്കിലും ഡിഫറെന്റ് ടേസ്റ്റ് തോന്നുന്നുണ്ടോ? ചിക്കനൊക്കെ ഒരു സ്മൂത്ത് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടോ? മസാലകളും അത് മറ്റ് മട്ടിപ്പ് കാര്യങ്ങളോ ഒന്നും നമുക്ക് കടിക്കാനോ ഒന്നിനും നല്ലൊരു രസകരമായ ഫുഡാണ്. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഇവരെന്നോട് പറഞ്ഞപ്പോൾ ഈ ഭക്ഷണം ഞാനിത് ഉണ്ടാക്കാൻ ഞാൻ തന്നെ ഒന്ന് മടിച്ചു നിന്നു. കാരണം ഇതിൽ ഉള്ളിയില്ല, ഇഞ്ചിയില്ല, വെളുത്തുള്ളിയില്ല, ഒരു സാധനമില്ലല്ലോ. അപ്പോൾ എനിക്കതിൻ്റെ ഒരു ക്വാളിറ്റിയിലൊരു വിവരം പോലും പറഞ്ഞു തന്നപ്പോൾ ഞാനതൊന്ന് ചെയ്തു നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് എനിക്കും തോന്നി. അപ്പോൾ ഞാൻ നിങ്ങളെ രണ്ടാളും വിളിച്ചത് അതാണ്. ഇതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണമല്ലോ. ഒരാൾ പറയുമ്പോഴല്ലേ ഉള്ള അറിയുള്ളൂ. ഇപ്പം നമ്മൾ വെച്ച ആൾക്കാർ നമ്മൾ തന്നെ പറയുമ്പോൾ അതിനൊരു ഇതില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് വന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ച് ചോദിച്ചതും ഇവിടെ വന്നുകൊണ്ട് ഇതൊന്ന് കഴിക്കുന്നു പറയുന്നു. പിന്നിപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങളാണ്. ഇവർ വിജയിക്കട്ടെ എന്നുള്ളത് അതാണ് നമ്മൾ ആവശ്യം. കാരണം പെട്ടെന്ന് നമുക്കൊരു 5 കിലോത്തിൻ്റെ ഒരു 10 കിലോത്തിൻ്റെ പരിപാടി വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മസാല മതി. വേറെ ഒരു മസാലയും വേണ്ട, ഉള്ളി വെട്ടണ്ട, വെളുത്തുള്ളി വെച്ചണ്ട, ഒന്നും ചെയ്യണ്ട. ഇത് കലക്കുക, അടിക്കുക, ചെയ്യുക, കൊടുക്കുക. ടേസ്റ്റ് ആണെങ്കിലോ ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇല്ലല്ലോ, ഒന്നും പറയില്ല.
ഓക്കെ താങ്ക് യു ഉഷാറായിട്ടുണ്ട്. യെസ് എന്നുണ്ട് പിന്നെ പൈസ എങ്ങനെയുണ്ട്